ബി.ജെ.പി. മുൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിലും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി.ജെ.പി. നേതാക്കളുടെ ലിസ്റ്റ് പുറത്തുവിടുമെന്ന മുതിർന്ന നേതാവ് എം.എസ്. കുമാറിന്റെ ഭീഷണിയിലും പ്രതിരോധത്തിലായ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവങ്ങൾ. പ്രവർത്തകന്റെ ആത്മഹത്യയും പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമവും ജില്ലയിലെ ബി.ജെ.പിയെ വെട്ടിലാക്കി. നഗരസഭയിലടക്കം ഭരണം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് രംഗത്തിറങ്ങി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പദയാത്ര വരെ സംഘടിപ്പിച്ചു വരുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ ആനന്ദിന്റെ ആത്മഹത്യ. ആനന്ദ് പാർട്ടി പ്രവർത്തകനല്ലെന്ന ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നതിനിടെ നെടുമങ്ങാട് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശാലിനി ആർ.എസ്.എസ്. നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതോടെ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി. മണ്ണുമാഫിയയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയെന്നാരോപിച്ചാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ പേരുവിവരങ്ങളടക്കം ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആനന്ദിനെ ഒരു തരത്തിലും പരിഗണിച്ചില്ലെന്ന വിശദീകരണവുമായി മുതിർന്ന ബി.ജെ.പി. നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്.